9ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരന് അവന് ഒരു പോൺ മൂവി കാണിച്ചു കൊടുത്തു. അവനൊന്നും അറിയില്ല. ഈ പോൺ മൂവി ആദ്യമായിട്ട് 9ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടുകയാണ്. അത് കണ്ടപ്പോൾ അവനക്ക് അതിനോടൊരു ത്രില്ല് തോന്നി. പിന്നെ ഈ പയ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മുമ്പൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. ഇനി അറിവുണ്ടെങ്കിലും തന്നെ അവിടെ ഒരു സ്വകാര്യത ഉണ്ടായിരുന്നു. എത്ര വർഷമായി ഞങ്ങൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നു, ഇന്ന് വരെ എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് രതിമൂർച്ച കിട്ടിയിട്ടില്ല എന്ന് ഓപ്പണായി പറയുന്ന അവസ്ഥയിലേക്ക് ഒരു പെണ്ണ് പോയിട്ടുണ്ടെങ്കിൽ who is responsible for that? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ അതിൻ്റെ ഓരോ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നും അതിൻ്റെ ഒരു തുടർച്ച എന്നോണം. എന്നാൽ സമൂഹവും നമ്മളൊക്കെ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്നത്തെ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ ചർച്ചയിലും ബഹുമാനനായ സാറിനെ വെൽക്കം ചെയ്യുകയാണ്. നമുക്കറിയാം, പലപ്പോഴും ഈ വിഷയങ്ങൾ രൂപീകരിക്കുന്നത് രണ്ട് മാർഗത്തിലൂടെയാണ്. ഒന്ന് നമ്മുടെ പീസ് റേഡിയോ ഫീഡ്ബാക്കിലൂടെ വരുന്ന ചോദ്യങ്ങൾ, മറ്റൊന്ന് തൻ്റെ കൗൺസിലിംഗ് രംഗത്തെ അനുഭവങ്ങൾ. അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട്, അല്ലെ, ഇസ്ലാമിക മാനദണ്ഡങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എന്താണ് അതിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കാനാണ്, അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്നുള്ള നിലക്ക്, അല്ലെ, ഇന്ന് സോഷ്യൽ മീഡിയകൾ അതുപോലെ തന്നെ നമ്മുടെ മീഡിയകൾ ഒക്കെ ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞത് ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ്. അവിടെ പലപ്പോഴും അതിൻ്റെ മുൻഗണനാ ക്രമങ്ങളൊക്കെ താളം തെറ്റുകയും മാറി മറിയുകയും ചെയ്യുന്ന കാഴ്ചയാണുള്ളത്. ജീവിതം ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം കാണുന്ന ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുന്നുണ്ടോ വാർത്തെടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അവിടെ ലൈംഗികതയാണ് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലുള്ള എല്ലാ അരാജകത്വങ്ങളും ഒരു എന്താ പറയുക ക്രെഡിറ്റായി കാണുന്ന ഒരു സമൂഹമായി വളർത്തുന്നതിൽ ഈ മീഡിയകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അമിതമായ ഒരു ലൈംഗിക ആസക്തി പലരുടെയും ജീവിതം കെടുത്തുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്താണ് അങ്ങനെയുള്ളൊരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് ഈ പീസ് റേഡിയോ പ്രേക്ഷകരോട് മുന്നിൽ വെക്കാനുള്ളത്? ബിസ്മില്ലാ. ഹൈപ്പർ സെക്സ്വാലിറ്റി, അതായത് അമിതമായ ലൈംഗിക തൃഷ്ണ. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ സെക്സ്, ലൈംഗികതയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം പണ്ടുള്ളതിനേക്കാൾ വളരെ വിപുലമായിക്കൊണ്ട്, സാർവത്രികമായിക്കൊണ്ട് മീഡിയകൾ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ആരുടെ മുമ്പിലും തുറന്നു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പ്രായഭേദ വ്യത്യാസം കൂടാതെ അത് തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാൾ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പെരുമഴ പോലെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് സ്ക്രീനിൽ തെളിയുക. സ്വാഭാവികമായും നമ്മുടെ നിഷ്കളങ്കരായ, അതിനെക്കുറിച്ച് വേണ്ടത്ര അവബോധമോ കഴിവോ അറിവോ ഒന്നും ഇല്ലാത്ത കുട്ടികൾ പോലും അതെല്ലാം കേൾക്കാനും പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും ഒരുമ്പെടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാൻ പറ്റും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2-3 അധ്യാപകർ വന്ന് സംസാരിച്ചൊരു വിഷയം കുട്ടികളുടെ ലൈംഗികതയോടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. ചെറിയ കുട്ടികൾ പോലും അത്തരം ഗവേഷണങ്ങളിലും പഠനങ്ങളിലുമാണ്. ചെറിയ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് രക്ഷിതാക്കൾക്കും ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. കാരണം മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത, അനുഭവമില്ലാത്ത കാര്യങ്ങളാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ ചെറിയ കുട്ടികൾ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ ഒക്കെ മക്കളുമായിട്ട് അത്തരം രതിക്രീഡകളിൽ ഏർപ്പെടുന്ന സാഹചര്യങ്ങൾ മാതാപിതാക്കൾ കാണാനിടവരികയാണ്. അത് അവരിലുണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണല്ലോ. അപ്പോൾ ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഹൈപ്പർ സെക്സ്വാലിറ്റി. അമിതമായ ലൈംഗിക തൃഷ്ണ വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അത് കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്
എന്താണ് അതിൻ്റെ പരിഹാരം? അതാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ എന്തും ഏതും എവിടെയും ആരോടും എങ്ങനെയും പറയാം എന്നതാണ് ഇന്നത്തെ പോളിസിയായി പലരും എടുത്തുള്ളതെന്നാണ്. ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ പ്രത്യേകം വല്ല മീഡിയയുടെ പേരും പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങുകയാണ് അവതാരകർ എന്ന പേരിൽ. എന്തും ആരോടും ചോദിക്കാം. അത് ചെറിയ കുട്ടികളാണെന്നോ മുതിർന്ന പ്രായം എത്തിയ ആളുകളാണെന്നോ ഇതൊന്നും അവരുടെ മുന്നിൽ കാഴ്ചപ്പാടുകളല്ല. എന്നിട്ട് ദ്വയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വളരെ ഒരു മോശമായ സാഹചര്യത്തിലൂടെയൊക്കെ കൊണ്ടുപോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കുട്ടികൾ കാണുന്നു, അല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് അതെന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതറിയാനുള്ള അമിതമായൊരു വാഞ്ച, അമിതമായൊരു ആവേശം കുട്ടികളിൽ കാണുകയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള അമിതമായ ലൈംഗിക ആസക്തി കുട്ടികളിലും മുതിർന്നവരിലും സമൂഹത്തിലെ പല ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് മുന്നിൽ വെക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? ആ Yes, sir. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലേക്ക് എത്താനുള്ള കാരണങ്ങളെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം സാർ ആദ്യം. കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മുമ്പൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. ഇനി അറിവുണ്ടെങ്കിലും തന്നെ അവിടെ ഒരു സ്വകാര്യത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ടാബൂസ്, സോഷ്യൽ ടാബൂസ് എന്ന് പറയും, പലതും നമുക്ക് ചോദിക്കാൻ മടിയായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാ വാതിലുകളും തുറന്നിട്ടു. ആർക്കും എന്തും സാറ് നേരത്തെ പറഞ്ഞതുപോലെ തുറന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു പെർമിസീവ് സൊസൈറ്റിയായി നമ്മുടെ സൊസൈറ്റിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ സ്വന്തം മക്കളോട് പോലും വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം പോലും പിതാക്കന്മാർക്കും ഉമ്മമാർക്കൊക്കെ നഷ്ടപ്പെടുകയാണ്. കാരണം ബാലാവകാശ കമ്മീഷനും മറ്റ് സംവിധാനങ്ങളും ഒക്കെ പറഞ്ഞ് മക്കൾ പോലും ഇങ്ങോട്ട് പേടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഹൈപ്പർ സെക്സ്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരു കുട്ടി, അവരുണ്ടാവുന്ന ഇമ്പാക്റ്റ്, പ്രതിഫലനം എന്ന് പറയുന്നത് അനുചിതമായിട്ടുള്ള പെരുമാറ്റമാണ്. നമുക്കുണ്ടല്ലോ, ഓരോന്നിനും ഓരോ സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട്. എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണം, അത് ആലോചിച്ച് നമ്മൾ സംസാരിക്കുക. എല്ലാം എല്ലായിടത്തും എപ്പോഴും നമ്മൾ പറയില്ല. അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ള ആ എത്തിക്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് അത് മിസ്സാവും. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് പഠനം, അവൻ്റെ കരിയർ, അവൻ്റെ ജോലി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ലഭ്യമാവണമെങ്കിൽ അല്ലെങ്കിൽ നേടണമെങ്കിൽ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. പഠനത്തിന് വേണ്ടിയിട്ട് നല്ല ശ്രമം, ഊർജം, ഉൾപ്രേരണ, താല്പര്യം, അല്ലേ, അതിനുള്ള ഒരു മാനസികാവസ്ഥ ഇത് കുട്ടിക്ക് ഉണ്ടാവണം. അതായത് ഞാൻ പഠിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, ഞാൻ പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്, പഠിപ്പ് എനിക്ക് നൽകുന്ന നേട്ടങ്ങൾ എന്താണ്, ഈ ഒരു ബോധം കുട്ടിക്ക് ഉണ്ടായിട്ട് കുട്ടി സ്വയം നിർവഹിക്കേണ്ട ഒരു പവിത്രമായ കർമ്മമാണ് പഠനം. എന്നാൽ അമിതമായ ലൈംഗിക തൃഷ്ണയും താല്പര്യവും ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് സെക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഒരു വിശപ്പ് പോലെയുള്ള ഒരവസ്ഥയാണ്. അത് മനസ്സിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റ് വികാരങ്ങളൊക്കെ അത് ആ ഒരു തലത്തിൽ നിന്ന് മാറ്റിയിട്ട് അത് സൂപ്പർസീഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കുറേ കെമിക്കൽസ് ഉണ്ട്. അത് ആ ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കും. നമ്മളുടെ ബയോളജി, നമ്മുടെ ജൈവശാസ്ത്രപരമായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് സെക്സ് നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം രക്തത്തിൻ്റെ ഓട്ടം ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ബാക്കി എല്ലാ വാതിലുകളും അടക്കപ്പെടുന്നത് പോലെ ഒരു കുട്ടി ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുന്നതോടുകൂടി അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായി നിർവഹിക്കേണ്ട കർമ്മമായ പഠനം, അതിൻ്റെ ശ്രദ്ധ, അതിൽ നിന്ന് അത് ഡൈഗ്രസ് ചെയ്യും. പിന്നെ അത് താല്പര്യം കുറയും. പിന്നെ പഠിക്കാൻ ഒരിക്കലും അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ചിന്തയായിരിക്കും 24 മണിക്കൂർ ഉണ്ടാവുക. ഒരിക്കൽ 9 ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി, നിഷ്കളങ്കനായ കുട്ടിയാണ്. അപ്പോൾ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരന് അവന് ഒരു പോൺ മൂവി കാണിച്ചു കൊടുത്തു.
അവനൊന്നും അറിയില്ല. അപ്പം ഈ പോൺ മൂവി ആദ്യമായിട്ട് 9ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടുകയാണ്. അത് കണ്ടപ്പോൾ അവനക്ക് അതിനോടൊരു ത്രില്ല് തോന്നി. പിന്നെ ഈ പയ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നിരന്തരം അത് കാണുകയും മാസ്റ്റർബേറ്റ് ചെയ്യുകയും സ്വയംഭോഗം ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ ഇവനൊന്നും പാസ്സായിട്ടില്ല. പാരൻസ് അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ 1-2 തവണ പരീക്ഷ എഴുതിയിട്ടും പാസ്സാവാത്തത് കൊണ്ട് ഇവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. അങ്ങനെ കൗൺസിലിങ്ങിന് ഇരുന്ന് കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ ഈ കുട്ടി അവൻ്റെ ചൈൽഡ്ഹുഡിലുണ്ടായ ഈ കൗമാരത്തിലുണ്ടായ അനുഭവം പങ്കുവച്ചു. അപ്പോൾ അവൻ പറയുന്നത് തൻ്റെ സുഹൃത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു അറിവ് പിന്നീട് സ്വന്തം ലൈഫിലേക്ക് അവൻ കൊണ്ടുവരികയും പിന്നെ ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് അവൻ മാറുകയാണ്. പിന്നെ ഇത്തരം മൂവീസ് കാണാം, മാസ്റ്റർബേറ്റ് ചെയ്യുക, മൂവീസ് കാണാം, മാസ്റ്റർബേറ്റ് ചെയ്യുക. ഇത് പല ഒരേ ദിവസം ആവർത്തിക്കുന്നതോടുകൂടി ഹി ഗെറ്റ്സ് ടയേർഡ്. അവൻ ടയേർഡാവുകയാണ്. പിന്നെ അവനക്ക് പഠിക്കാനോ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതനാവാനോ സാധിക്കുന്നില്ല. ഇത് പാരൻസിന് അറിയില്ല. അപ്പോൾ ആക്ച്വലി ഈ കുട്ടിയുടെ രതിയോടുള്ള അമിതമായ ആസക്തിയും താല്പര്യമാണ് അവൻ്റെ കോൺസെൻട്രേഷനും പഠനവും ഒക്കെ തടസ്സപ്പെടുത്തിയത്. ഇതേ അവസ്ഥ ഇന്നുള്ള കൗമാരക്കാരിലുണ്ട്. ഇത് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കൗമാരത്തിലേക്ക് എത്തുന്ന ഒരു കുട്ടി പഠനം എന്നുള്ള മുഖ്യമായിട്ടുള്ള അജണ്ടയിൽ നിന്ന് ഡൈഗ്രസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹൈപ്പർ സെക്സ്വാലിറ്റി എന്നുള്ളത്. ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും സന്നദ്ധരാവാറില്ല എന്നുള്ളതാണ് അല്ലേ? കാരണം ഇന്ന് ഇതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് സുലഭമാണ് എന്നുള്ള കാര്യം, അഥവാ സൗകര്യങ്ങൾ എമ്പാടുമുണ്ട്. പിന്നെ പണ്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യം കിട്ടുന്നത് വളരെ റേറായിരുന്നു. നല്ല പുസ്തകങ്ങളിലൂടെയൊക്കെ ഉണ്ടായിരുന്നു. അത് കോമൺ ആണ്. ഏതൊരു കുട്ടിക്കും തൻ്റെ റൂമിലിരുന്ന് തൻ്റെ വീട്ടിലിരുന്ന് ഇതുപോലെയുള്ള മീഡിയകളിലൂടെ എന്തും നേടിയെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇതൊരു പിന്നെന്താ പറയുക പഠനത്തിൽ നിന്നും അഥവാ മെയിൻ സ്ട്രീമായിട്ടുള്ള പഠനത്തിൽ നിന്നും അവനെ വഴിമാറ്റുന്നതാണ്. ലഹരി പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മനസ്സിനെ ബാധിക്കുന്ന മറ്റൊരു ലഹരിയാണ്, ഒരു അഡിക്ഷനാണ് ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സാധനം. സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള മറ്റു പല മേഖലകളിലേക്കും അല്ലെങ്കിൽ മറ്റു ആളുകളിൽ, അഥവാ ഇതിപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, യുവാക്കളിൽ ഈ കാര്യം ബാധിക്കുന്നില്ലേ? അല്ല, കുട്ടികളിലും മുതിർന്നവരിലും യുവാക്കളിലൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇത് കുട്ടികളിലാണെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ ആദ്യമായി സൂചിപ്പിക്കുന്നത്. അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. കാരണം ഒരു സെൻസ് ഓഫ് ഗിൽറ്റിനെസ് എന്ന് പറയും. ഞാൻ ചെയ്യുന്ന തെറ്റാണ്. കാരണം ഈ കാര്യം ഒരു ആഗ്രഹത്തിന്, പാഷന് വിധേയമായിട്ട് ശക്തമായിട്ടുള്ള വൈകാരികതയ്ക്ക് അടിമപ്പെട്ടിട്ടാണ് കുട്ടി ഇത് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇത് നിർത്തണം, ഇത് കൺട്രോൾ ചെയ്യണം. അവന് ആഗ്രഹമുണ്ട്, പക്ഷെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു കുറ്റബോധം ഉണ്ടാവും. ഒപ്പം തന്നെ ആത്മവിശ്വാസം കുറയുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടികളുടെ ആത്മവിശ്വാസം കുറയാനുള്ള ഒരു കാരണവും അതുപോലെ തന്നെ അവരിൽ കുറ്റബോധം ഉണ്ടാവാനുള്ള കാരണവുമാണ് ഇത്തരം ഹൈപ്പർ സെക്സ്വാലിറ്റി എന്നുള്ളത്. ഇതൊന്നും കുട്ടികൾ പാരൻസിനോടോ കുടുംബത്തോടോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതുവരെ പഠനത്തിൽ വളരെ സജീവമായി എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയ ഒരു കുട്ടി പെട്ടെന്ന് പഠനത്തിൽ ബാക്ക്വേർഡ് ആവുന്നു. അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൽ നിന്നും, സാമൂഹ്യമായ ഇടപെടലിൽ നിന്നും, അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ നിന്നും, ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സോഷ്യൽ വിഡ്രോവൽ, സമൂഹത്തിൽ നിന്ന് അങ്ങ് പിൻവലിയുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനുള്ള ഒരു കാരണം, എല്ലാം ഇതാണെന്നല്ല, ഒരു കാരണം കൂടിയാണ് ഹൈപ്പർ സെക്സ്വാലിറ്റി. പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും വീട്ടിലാണെങ്കിൽ അവർ സ്വകാര്യത ഇഷ്ടപ്പെടും. സോ ആൾമോസ്റ്റ് ദേ ക്ലോസ് ദെയർ ഡോർ. അവരുടെ ഡോർ അടച്ചിട്ടുണ്ടാവും. ഡോറ് അടച്ചുകൊണ്ട് ആ സ്വകാര്യ ലോകത്ത് ചിലപ്പോൾ മ്യൂസിക് ഇട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അപ്പർ റൂമിലാണെങ്കിൽ അവിടെ പോയിട്ട് ഒഴിഞ്ഞിരുന്നുകൊണ്ട് അത് ആസ്വദിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് സമയം പഠിക്കുകയാണ് എന്നുള്ള വ്യാജേന ആ റൂമിൽ അവർ ഒതുങ്ങിക്കൂടും. അവർ ഈ കാര്യം കാണുന്നു, അത് ചെയ്യുന്നു, വീണ്ടും അവർ ഇതിൽ തന്നെ നിരതരാകുന്നു. സ്വാഭാവികമായിട്ട് അവരുടെ ഉറക്കിലൊക്കെ ഡിസോർഡർ ആവും. കാരണം പിന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നീട് നോർമൽ സ്ലീപ്പിംഗ് ഹവേഴ്സ് വിട്ട് മറ്റ് സമയങ്ങളിൽ അവർക്ക് ഉറക്കമുണ്ടാവും. ഭക്ഷണത്തോട് താല്പര്യം കുറയും. ഇതൊക്കെ അവരിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ്. സാധാരണ ആൺകുട്ടികളെ മാത്രമാണ് ഒരു കാലത്ത് ഇതൊക്കെ എന്താ പറയുക
ആൺകുട്ടികളാണ് അതിൻ്റെ ആളുകൾ എന്നാണ്. ഇന്ന് പെൺകുട്ടികളിലും ഇതുപോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ഇപ്പോഴുള്ള കാര്യം കൂടി. പഠനം, ആ ഇന്നത്തെ പഠനം തെളിയിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ സുലഭമായി വിളമ്പുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാണ്. അപ്പോൾ ഇത്തരം സൂചനകളൊക്കെ വളരെ പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുമല്ലോ. കാരണം പ്രത്യേകിച്ച് ഇൻസ്റ്റാ റീൽസ് സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഉള്ള ഇത്തരം വീഡിയോസ് ഒരു സ്പാർക്ക് പോലെയാണ്. ആ സ്പാർക്ക് ഒട്ടും അറിവില്ലാത്ത ഒരാൾക്ക് ഒരു പുതിയ ഓപ്പണിംഗ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ജിജ്ഞാസ, ക്യൂരിയോസിറ്റി നമ്മളുടെ ഉള്ളിലുണ്ടാവും. അറിവില്ലാത്ത ഒരു കാര്യം അറിയാനുള്ള ത്വര. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഏതും അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇത്തരം കുട്ടികളുടെ സഹപാഠികൾ, സുഹൃത്തുക്കൾ ഇതിനെ പ്രചോദിപ്പിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ സൈറ്റുകളോ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവരും ആ ഒരു എഡിക്ഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ലൈംഗികമായിട്ടുള്ള ഉത്തേജക മരുന്നുകളും ഉപകരണങ്ങൾ പോലും മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ചില സ്ട്രാറ്റജികൾ തന്നെ എന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് ഇത്തരം സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള. അപ്പോൾ ഈ സ്റ്റോറീസ് ഉണ്ടാക്കാൻ പോലും ഇന്ന് ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാം സ്ട്രാറ്റജികളാണല്ലോ. കാരണം ഒരു സംഗതി ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠനങ്ങൾ നടത്തുന്നവരുണ്ട്, ഗവേഷണങ്ങൾ നടത്തുന്നവരുണ്ട്. അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും സംശയം പോലും തോന്നില്ല. കാരണം അത് നീഡ് ഓഫ് ദി ഹവറാക്കി മാറ്റാൻ അവർ സമർത്ഥരാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്നും അറിയാത്തവരാണ് എന്നുള്ള പ്രതീതി അവരിലുണ്ടാക്കുക. സ്വാഭാവികമായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എന്നുള്ള ഭാവത്തിലായിരിക്കും ചിലപ്പോൾ അവർ പോയിട്ടത് നോക്കുന്നത്. നോക്കി രുചിച്ച് നോക്കുമ്പോൾ പിന്നെ അവരും അതിൻ്റെ ആളുകളായിട്ട് മാറുകയാണ്. ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, ഹോമോസെക്സ്വാലിറ്റിയിലേക്ക് ഇരയായിട്ട് വരുന്ന ആളുകൾ ആദ്യം ഇരയായിട്ടാണ് വരുന്നത്. കാരണം ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ലെസ്ബിയനിസം, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള സെക്സ്, അല്ലെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിലുള്ള സെക്സ്, ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വിക്റ്റിമായിട്ടായിരിക്കും ആദ്യം വരുന്നത്. പിന്നീട് ഇതിൻ്റെ ഇരയായിട്ട് വരുന്ന ആളുകൾ പിന്നീട് അത് ആസ്വദിക്കുന്ന തലങ്ങളിലേക്ക് മാറുന്നുണ്ട്. അതും ഒരു പ്രശ്നമാണ്. കാരണം പിന്നെ അവർക്ക് ഒരു തരം അപകർഷതാബോധം വരികയാണ്. ഞാൻ ഏതായാലും മിസ്യൂസ് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് രക്ഷയില്ല. ഒരിക്കൽ ഒരു HIV ബാധിതനായ ഒരു ആൾ, അയാൾ HIV ബാധിതനാണ്. അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഭാര്യയും HIV ബാധിതയാണ്. 2 എയ്ഡ്സ് പേഷ്യൻസാണ്. അപ്പോൾ അവർ പിന്നെ ഈ ഭർത്താവാണ് ഒരിക്കൽ നമ്മുടെ ഒരു പ്രോഫ്കോൺ നടക്കുമ്പോൾ കൗൺസിലിങ്ങിന് വന്നത്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് അവൻ്റെ ചെറുപ്പകാലത്ത് അവന് സെക്സ് അബ്യൂസ്ഡാണ് പലരിൽ നിന്നും. അപ്പോൾ പിന്നെ ഗൾഫിൽ ജോലിക്ക് പോയപ്പോൾ അവിടുന്ന് ഉണ്ടായി. അപ്പോൾ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായി പിന്നെ ആ ഒരു ഗ്രൂപ്പിൽ ജീവിക്കുന്ന, അതിഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ലിങ്കിലേക്കും അവൻ പോവുകയാണ്. പിന്നെ സമൂഹത്തിൽ തന്നെ തങ്ങൾ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു ഫീൽ അവർക്ക് ഉണ്ടാവുകയാണ്. അതാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇന്ന് കണ്ടോ, നമ്മൾ കാണുന്നൊരു സംഗതി കൂടിയാണ്, പെൺകുട്ടികൾ വിവാഹത്തോട് നോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഒരു വട്ടം പറഞ്ഞു, പിന്നെ 2 വട്ടം പറഞ്ഞു, പിന്നെ 3 വട്ടം പറഞ്ഞു, അങ്ങനെ 100 വട്ടം പറയുമ്പോൾ പിന്നെ 101ാമത്തെ തവണ അതിലെന്തോ ഒരു ശരിയുണ്ട് എന്ന് ധരിപ്പിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതാണ് അതിനൊരു കാരണം. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയും അതിൻ്റെ അൽഗോരിതവും വർക്ക് ചെയ്യുന്നത് അതിൽ നമ്മൾ ഒരു പ്രാവശ്യം സെർച്ച് ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഒരിക്കലും ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് അതിലേക്ക് കടന്നു വരുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും വീഡിയോകളും റീൽസുകളും ഷോർട്സുകളുമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫോണുകളിൽ വരുന്ന യൂട്യൂബിലാവട്ടെ, മറ്റ് സോഷ്യൽ മീഡിയയിൽ ഏത് പ്ലാറ്റ്ഫോമിലാവട്ടെ, അതിൽ ആദ്യം വരുന്ന വീഡിയോകളാണ് നമ്മൾ സെർച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ. അവിടെ വരുന്നത് ആ രൂപത്തിലാണെങ്കിൽ, ഇപ്പോൾ ഒരിക്കലും ഒരു രക്ഷിതാവ് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. അഥവാ അവർ പറയുന്നത്, ഞാൻ എൻ്റെ യൂട്യൂബ് തുറക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് വരുന്നത്, ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാറില്ല, ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് UP ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കുട്ടികളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ അമിതമായി ബാധിക്കുകയും ഇത് എന്തോ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ത്വര അവരിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് അമിതമായ ലൈംഗിക ആസക്തികളിലേക്ക് നമ്മുടെ പിഞ്ചോമന മക്കളെ കൂടി എത്തിക്കുമെന്നുള്ള ആ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെ പോകരുത്.
അവിടെ ഒരു പരിഹാരമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, ലൈംഗികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ബേസിക് നോളജ് ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. കാരണം ഈ ഈ അറിവ് നമ്മൾ കൊടുക്കാതെ പോകുമ്പോൾ അവരുടെ സഹപാഠികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ അവർക്ക് ഈ അറിവ് കിട്ടുമ്പോൾ അത് നേടാനും നുകരാനുമുള്ള ആ ഒരു താല്പര്യം കൂടും. നേരെ മറിച്ച് റിലയബിൾ സോഴ്സിൽ നിന്ന്, ഏറ്റവും നല്ല ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ ആ കാര്യങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ അത് ഒരു സീരിയസ് തലത്തിൽ അതിനെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സംഗതി, പാരൻസ് ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിലും പല സ്രോതസ്സിൽ നിന്ന് സ്വകാര്യമായിട്ട് കുട്ടികൾ അതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂഢന്മാരായി അതിനെക്കുറിച്ച് ഒരറിവുമില്ലാതെ അതൊന്നും ഞാൻ പറയേണ്ടതല്ല എന്നുള്ള രൂപത്തിൽ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുക നമ്മുടെ കുട്ടികളായിരിക്കും. അതുകൊണ്ട് വളരെ നല്ല ഒരു ആത്മബന്ധം കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം സന്ദർഭോചിതമായി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ കുട്ടികളോട് ഏറ്റവും നല്ല ഒരു ആത്മബന്ധം സ്ഥാപിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾ ഇത്തരം ചതിക്കുഴികളിൽ പെടാതിരിക്കാനുള്ള മുൻകരുതൽ അവരെടുക്കും എന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. സാർ, ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ മദ്രസകളിലൊക്കെ അല്ലേ ഈ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പരിധി ഉണ്ടാവും ഇത് കാര്യങ്ങൾ പറയാൻ. അപ്പോൾ ആ മദ്രസ പുസ്തകങ്ങളും പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ, ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർത്തവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാതാക്കൾ പിതാക്കൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവായ വിവരങ്ങൾ അവർക്ക് കിട്ടില്ല. മറ്റേത് പലപ്പോഴും ബാക്കിയുള്ള പല ആളുകളിൽ നിന്നാണ് ഇതുപോലെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങൾ അറിവുകൾ കുട്ടികൾ കരസ്ഥമാക്കുന്നതെങ്കിൽ ആ ആളുകൾ തന്നെ പലപ്പോഴും ഇവരെ മിസ്യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുന്നുണ്ടെന്നുള്ളതും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ മദ്രസ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട ഒരു മാറ്റം തോന്നിയിട്ടുള്ളത്, പലപ്പോഴും പിന്നെ പെൺകുട്ടികളുടെ അശുദ്ധിയെക്കുറിച്ചും മെൻസ്ട്രേഷനെക്കുറിച്ചും ഗർഭധാരണം അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ ഒരു 13, 14 അല്ലെങ്കിൽ 12 വയസ്സിലൊക്കെയാണല്ലോ ഇത് പഠിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു പക്വത എത്താത്ത പ്രായത്തിൽ ഇതിൻ്റെ എല്ലാ വെറബൌട്ട്സും ഡീറ്റെയിൽസും കുട്ടികൾക്ക് കിട്ടുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള മാനസിക വ്യാപ്തി ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവില്ല. എന്നാൽ നമ്മൾക്ക് സംഭവിച്ച വലിയൊരു അപജയം, ഒരു 15 വയസ്സിന് ശേഷം ബിറ്റ്വീൻ 15 and 20, 15ൻ്റെയും 20ൻ്റെയും ഇടയിൽ ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും കിട്ടേണ്ട ഇത്തരം മോറൽ വാല്യൂസ്, ലൈംഗികമായിട്ടുള്ള അറിവുകൾ ആ പ്രായത്തിലാണ് കുട്ടികൾക്ക് കൂടുതൽ നന്നായി കൊടുക്കേണ്ടത്. മറ്റേ പ്രായത്തിൽ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. മറ്റു പ്രായങ്ങളിൽ കൊടുത്താൽ പോലും അത് ജീവിതത്തെ ബാധിക്കുന്ന ജീവിതഗന്ധിയായ ഒരു വിഷയമാണ് എന്ന് ഗൗരവത്തോടുകൂടി കുട്ടികൾ എടുക്കുന്ന പ്രായം ബിറ്റ്വീൻ 15 and 20 ആണ്. ആ പ്രായത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ കാര്യക്ഷമതയോടുകൂടി അത്തരം കാര്യങ്ങളെ ഉൾക്കൊള്ളുക, അത് സിലബസായിട്ട് പഠിപ്പിക്കുക, അതിനുള്ള വേദികൾ മഹല്ലുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പരിഹാരം. അല്ലാതെ മദ്രസയിൽ അവർക്ക് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായത്തിൽ അത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അധ്യാപകർക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്മനസ്സും ഹൃദയവിശാലതയും അറിവും ഔചിത്യബോധത്തോടുകൂടി ആ കാര്യം കൈകാര്യം ചെയ്യാനുള്ള സന്നദ്ധതയൊക്കെ വേണം. മാതൃകാപരമാവണം അല്ലേ. അത് പറഞ്ഞു കൊടുക്കാനുള്ള ശരിയായിട്ടുള്ള ഒരു എനർജി ആ വ്യക്തിക്കില്ലെങ്കിൽ അത് വാളിപ്പോവും. ഏത് വിഷയവും പറഞ്ഞു കൊടുക്കുന്ന ആൾ ആ റോൾ മോഡലാവുക വേണം അല്ലേ. ഇപ്പോൾ ചെറിയ 18 or 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്തരം കാര്യം പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ പഠിപ്പിച്ചു കൊടുത്താൽ അത് അവർ ഉൾക്കൊള്ളൂല. അപ്പോൾ പക്വതയുള്ള അതിലൊക്കെ റോൾ മോഡലായിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ആ പ്രായത്തിൽ കിട്ടുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു സീരിയസ് ആയിട്ട് കുട്ടികൾ ഉൾക്കൊള്ളുക. പ്രത്യേകിച്ചൊരു ഫാദർലി എഫെക്ഷനോടുകൂടി പാരൻസും പ്ലസ് ടീച്ചേഴ്സും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് നന്നായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ പറഞ്ഞു അവരുടെ ആത്മവിശ്വാസം കുറയുമെന്ന് പറഞ്ഞു. ഇനി മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
നിരന്തരമായിട്ടുള്ള ലൈംഗികമായ കാര്യങ്ങളിൽ അവർ ഏർപ്പെടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇത്തരം പോൺ സൈറ്റുകൾ കാണുക, അത്തരം ചാറ്റിങ്ങിലേക്ക് പോവുക, അമിതമായ ലൈംഗിക വിഷയങ്ങളിൽ വ്യാപൃതമാവുക, ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് ഒന്ന് അവരിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ ഇത്തരം ഓൺലൈൻ സെക്സിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ വിൽ ബി ഗെറ്റിംഗ് എക്സ്പ്ലോയിറ്റഡ്. അതിനായിട്ട് ആളുകൾ ഇന്ന് കാത്തിരിക്കുകയാണ്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് മണിക്കൂറുകളോളം സംസാരിക്കാം. അപ്പോൾ ആ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ ആ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുക. അപ്പോൾ അവർ ട്രാപ്പിംഗ് ആണ്. നമുക്കറിയാലോ, ഹണി ട്രാപ്പുകളൊക്കെ നമുക്കറിയാം. ഇതിലൊക്കെ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന ആളുകൾ പോലും പോയി പെടുന്നുണ്ട്. കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വികാരമാണ് സെക്സ് എന്നുള്ളത്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള വലിയ ബാധ്യതകൾ, കാരണം ഇയാളുടെ സ്വകാര്യ ജീവിതമാണത്. ആ സ്വകാര്യ ജീവിതത്തിൽ ഒരു പെണ്ണുമായിട്ട് ഇത്തരം സെക്സ് ചാറ്റ് നടത്തുമ്പോൾ ഓൺ ദി സ്പോട്ട് അവരത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപകരണമാണ് ആ പെണ്ണ് അല്ലെങ്കിൽ ആ ടീം ഒരുക്കുന്നത്. അതോടുകൂടി ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ പോക്കറ്റിലേക്ക്, ഇയാളുടെ പോക്കറ്റിൽ നിന്ന് പോകും. ഇത് സാമ്പത്തികമായി പാപ്പറാവാനുള്ള ഒരു കാരണമാണ്. ഇതൊന്നും ഈ പോയത്തക്കാർക്ക്, വിഡ്ഢികൾക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആൾക്ക്, നമ്മളിപ്പോൾ ഈ സ്നേഹക്കൂടി ചെയ്യുമ്പോൾ തന്നെ വി നീഡ് കോൺസെൻട്രേഷൻ അല്ലേ. അപ്പോൾ ഒരു ജോലിയിൽ ഒരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് ആ ഡെഡിക്കേഷൻ കിട്ടണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? മനസ്സ് മുക്തമാവണം മറ്റ് മാലിന്യങ്ങളിൽ നിന്ന്. സെക്സ് എന്നുള്ള ചിന്ത 24 മണിക്കൂർ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. എല്ലാറ്റിലും സെക്സ് വന്ന് ഇടപെടും. അപ്പോൾ അത് തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മാരകമായ രോഗങ്ങൾ അല്ലേ. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ സബീല എന്നുള്ളതാണല്ലോ ഖുർആൻ്റെ പ്രയോഗം. മനുഷ്യരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരും, അപമാനം കൊണ്ടുവരും, അയാൾ പബ്ലിക്കലി ഇൻസൾട്ടഡ് ആകും. ഇതൊന്നും ആരും ചിന്തിക്കാറില്ല. ഇപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആഘോഷിക്കപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചില ആളുകളുടേത് പുറത്തേക്ക് വരുന്നു, ചില ആളുകളുടേത് മൂടി വെക്കപ്പെടുന്നു. അപ്പോൾ മൂടി വെക്കപ്പെടുന്ന ആളുകൾ വിചാരിക്കുന്നത് എൻ്റേത് പുറത്ത് വന്നിട്ടില്ലല്ലോ, എന്നാൽ ഒരു കാലത്ത് അതും പുറത്ത് വരപ്പെടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ അഭിമാനത്തിന് ക്ഷത ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ വിനയാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ. അപ്പം അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ. അയാൾക്ക് വിഷാദ രോഗം ഉണ്ടാകുന്നു, ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു. അയാൾക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെ ലംഘിച്ചിട്ടാണ് തോന്നിവാസങ്ങൾക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ബൈ റിസൾട്ട് എന്താ? അയാളുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് സബീല എന്നുള്ള പ്രയോഗം ഖുർആൻ പ്രയോഗിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരാൾക്ക് സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബാധ്യതകളോ ആണെങ്കിൽ അത് തിരുത്താനും അത് എന്താ പറയുക, കടം വീട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അല്ലേ. സാമ്പത്തികമായിട്ട് പല ആളുകളെ നമുക്ക് കാണാം ആകെ തകർന്നടിഞ്ഞ് ഒരു വലിയ സീറോ അല്ലെങ്കിൽ സീറോയേക്കാൾ അപ്പുറത്തേക്ക് എത്തിയ ആളുകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവരതിൽ നിന്ന് തിരിച്ചു വരുന്ന വളരെ ഫിനിക്സ് പക്ഷികളെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ ലൈംഗികമായ അതിപ്രസരത്തിൽ അതിൻ്റെ ഒരു ആസക്തിയിൽപ്പെട്ട ആളുകൾ പലപ്പോഴും ഉയർന്ന ഒരു സ്ഥാനത്തു നിന്നും ആകെ അടിപ്പെട്ട് കീഴ്മേൽ പറഞ്ഞ പല ആളുകളും ആത്മഹത്യയിലേക്ക് എത്തുന്നു. മറ്റു ചില ആളുകൾ എന്താ പറയുക, പാപഭാരം പേറി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാൻ പറ്റാതെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട, ഇവിടെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു സംഗതി ഷമീം സാറേ, 2 മുഖം മനുഷ്യനുണ്ട്. ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിലുള്ള മിനുക്കിയ ഒരു മുഖം, മറ്റേ ഉള്ളിലുള്ള ഒരു മുഖം അല്ലേ. ഇപ്പോൾ ചില ആളുകളുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരു സ്ത്രീയോട് ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ ചില വിദ്വാൻമാർ, അത് ഞാൻ കേട്ടത് മതനിഷ്ഠയും മതബോധമൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും അവരൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ കൂടിയാണ്. നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ ഈ മറ്റുള്ളവർക്ക് മതം പഠിപ്പിക്കുന്ന, മതബോധം ഉണ്ടാക്കുന്ന, ഗൗരവത്തിൽ തഖ്വ വസിയത്ത് ചെയ്യുന്ന ആളുകളിൽ പോലും സ്വകാര്യ നിമിഷങ്ങൾ വരുന്ന സമയത്ത് സ്ത്രീയോട് അത്തരത്തിലുള്ള ഭാഷണങ്ങൾ നടത്തുകയാണ്. അവർ മറന്നു പോകുന്ന ഫോർ ദി ടൈം ബീങ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെക്കോർഡഡ് അല്ലേ. യു ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് CCTV എന്ന് പറഞ്ഞ പോലെ
ഇത് റെക്കോർഡഡാണ്. ഇവർ രാത്രി സമയത്ത് ഈ വിധവകളായ സ്ത്രീകളെയും ഭാര്യമാരായി ജീവിക്കുന്നവരെയും ഒക്കെ വിളിച്ചിട്ട് അവരുടെ ലൈംഗിക ദാഹങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ അവർ ഫോർ ദി ടൈം ബീങ് മറന്നു പോവുകയാണ് ഇവർ പറയുന്നതിൻ്റെ ആ വാക്കിൻ്റെ മൂർച്ച എത്ര വലുതാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു അടിത്തറയാണ് മാന്തുന്നത്, ഒരു സമൂഹത്തിൻ്റെ ഭദ്രതയാണ് ഇല്ലാതാക്കുന്നത്, കുടുംബജീവിതമാണ് തകരാറിലാക്കുന്നത്. എല്ലാവരുടെയും സമാധാനം. ഒരു പെണ്ണ് ലൈംഗികമായി മിസ്യൂസ് ചെയ്യപ്പെട്ട, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് സ്വന്തം പിതാവിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവൾക്ക് ജീവിതം മടുത്തു. കാരണം സ്വന്തം മകൾക്ക് പിതാവിൽ നിന്നുണ്ടായ ദുരനുഭവം. ഞാൻ എന്ത് ചെയ്യും, ആരോടാണ് ഞാൻ ഇത് പറയുക? കാരണം ചങ്ങലക്കാണ് ഭ്രാന്തളകിയത്. അപ്പം ഇവിടൊക്കെ നമ്മൾ സമൂഹത്തിൽ വലിയ തക്വിസ്റ്റായി നടക്കുക, പള്ളി കമ്മിറ്റി പ്രസിഡൻ്റ് ആവുക, സെക്രട്ടറി ആവുക, 5 നേരം കൃത്യമായി നിസ്കാരത്തിന് പോവുക, ഇതൊക്കെ പോകണ്ട്. ഓവർ ഭക്തി അത് നമ്മൾ നന്നായി കരുതണം. ഈ ഓവർ ഭക്തി കാണിക്കുന്ന ആളുകൾ സത്യത്തിൽ രോഗികളാണ്. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മിനിമം ലെവലിൽ പോയാൽ മതി. എല്ലാം മിനിമം ലെവലിൽ പോയാൽ മതി. അമിത ഭക്തി നമ്മൾ കരുതിയിരിക്കണം. ഞാൻ സൈക്കോളജി രംഗത്ത് ഇത്തരം ചെയ്യുന്നത് കൊണ്ട് പറയാണ്, അമിത ഭക്തി നമ്മൾ സൂക്ഷിക്കണം. മീഡിയം ലെവലിൽ പോയാൽ മതി, മിനിമം അല്ല, മീഡിയം ലെവലിൽ പോയാൽ മതി. അല്ലെങ്കിൽ പിശാചി നമ്മളെയും കൊണ്ട് പോകും. അതാണ് നമ്മൾ കരുതേണ്ട ഒരു വിഷയം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ പറയാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കൂടുതൽ ഉപദേശിക്കേണ്ട, ഉപദേശിക്കുന്നത് കുറച്ചിട്ട് പ്രവർത്തിക്കുന്നത് കൂട്ടിയാൽ മതി. പറയുന്ന ഞാനും നിങ്ങളൊക്കെ ആ രീതിയിലേക്ക് വരണം. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആളുകളോട് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അത്രത്തോളം ജീർണതയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന് മരുന്നില്ലല്ലോ, ചികിത്സ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. നമ്മുടെ സമൂഹത്തിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഉമ്മത്തൻ വസ്ത എന്നുള്ള ഒരു എന്താ പറയുക, മീഡിയം ലെവലിൽ കീപ്പ് ചെയ്യേണ്ട. അമിതമായ ഭക്തിയും അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയും നമുക്ക് പാടില്ല എന്നുള്ളതാണ്. ആ മീഡിയം ലെവലിലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അവിടെ നമ്മളെ ട്രാപ്പിൽ അകപ്പെടുത്താനുള്ള പല ട്രാപ്പുകളും പല കെണികളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും വലിയ നമ്മുടെ മനസ്സിനെ സമാധാനം കെടുത്തുന്ന, കുടുംബത്തിൻ്റെ നല്ല അന്തരീക്ഷത്തിനെ താറുമാറാക്കുന്ന, തകർത്ത് കളയുന്ന, അതുപോലെ തന്നെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെ മുഴുവനും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നതാണ് ഈ അശ്ലീലതയിലേക്കൊക്കെ എത്തിച്ചേരുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഈ അമിതമായ ലൈംഗിക ആസക്തികളിലേക്ക് എത്തുന്ന എല്ലാത്തിൽ നിന്നും, അത് സംസാരങ്ങളാവാം, നോട്ടങ്ങളാവാം, പ്രവർത്തനങ്ങളാവാം, അതുപോലെ മറ്റു കമ്മ്യൂണിക്കേഷനുകളാവാം, ഏത് രൂപത്തിലാണെങ്കിലും അതിൽ നിന്നെല്ലാം അകലം പാലിക്കാനും മാറി നിൽക്കാനും നമുക്കൊക്കെ സാധിക്കണം. അള്ളാഹു ആ രൂപത്തിൽ നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നുകൂടി, അല്ലെങ്കിൽ അത്തരക്കാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ജോലിയിടങ്ങളിൽ, ഇപ്പോൾ ഭർത്താവ് ചിലപ്പോൾ അയാളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട്, ജോലി തിരക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ പ്രത്യേക പ്രകൃതം കൊണ്ടൊക്കെ വേണ്ട രൂപത്തിൽ ഒരു റൊമാൻറ്റിക്കായിട്ട് ഭാര്യയോട് സംസാരിക്കാൻ കഴിയാത്ത, പെരുമാറാൻ കഴിയാത്ത സ്വഭാവക്കാരനാവാൻ ചിലപ്പോൾ. അത് അയാൾക്ക് കഴിയില്ല. കാരണം അയാൾ ഒരുപാട് പിരിമുറുക്കങ്ങൾ സ്വയം അനുഭവിക്കണം. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പിരിമുറുക്കങ്ങൾക്ക് നടുവിൽ ഭാര്യയോട് റൊമാൻറ്റിക്കായി പെരുമാറാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഭാര്യയ്ക്ക് തൻ്റെ ജോലി സ്ഥലത്തെത്തുമ്പോൾ സഹപ്രവർത്തകരായ ചില ആളുകൾ അവരിങ്ങനെ ഇങ്ങനെയുള്ള ആളുകളങ്ങനെ ഹുക്ക് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ സാധു സ്ത്രീകൾ മനസ്സിലാക്കുന്നത് ഇയാൾ എത്ര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പെരുമാറുന്നത്, എത്ര മാന്യമാണ്, എത്ര സഹായ മനസ്ഥിതിയാണ്, ഇങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അതുപോലെ എമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ്, അതുപോലെ എന്തിനും സാമ്പത്തികമായ സഹായം, എല്ലാത്തിനും പിന്നാലെ കൂടുന്ന. അപ്പോൾ ഭർത്താവാണെങ്കിൽ ഒരു ഒന്നിനും കെയർ ചെയ്യാത്ത. ഇവിടെ സ്ത്രീകൾ പോലും ചീറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടേണ്ട ചില ലാഭങ്ങളുണ്ട്. ആ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ കെണി ഒരുക്കുന്നത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഭാര്യ രണ്ടും കണ്ടറിയേണ്ടവൾ കൂടിയാണ്. അപ്പം അതാണ് സഹോദരിമാരവിടെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പുരുഷന്മാരറിയേണ്ട ഒരു സംഗതി, ചില വിഷയങ്ങളിലൊക്കെ ന്യൂനതകളും പോരായ്മകളും നമ്മുടെ ഉണ്ടായിരിക്കാം. അപ്പം അവിടെ ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. അല്ലാതെ ഏതെങ്കിലും വളരെ റൊമാൻറ്റിക്കായിട്ട് നമ്മളോട് ചാറ്റ് ചെയ്യുന്ന,
അല്ലെങ്കിൽ വശീകരിക്കുന്ന രൂപത്തിൽ നമ്മോട് സംസാരിക്കുന്ന, അത്തരം സംസാരം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ട്രാപ്പിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ ഇമേജും ആ ഒരൊറ്റ ഇവൻ്റോടു കൂടി തകർന്ന് തരിപ്പണമാവുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാണ്, കാഴ്ചകളാണ്. അതിൽ പെടാതിരിക്കാൻ എപ്പോഴും അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരും അതിലൊക്കെ പോയി പെടാം. നമ്മളൊരാളെയും മൂപ്പരും പൈൽ പെട്ടോ എന്ന് പറയണ്ട, ആരും പെടാം. അപ്പോൾ പെടാതിരിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കാവൽ സംരക്ഷണം അള്ളാഹു നമുക്ക് നൽകുക തന്നെ വേണം. അതുകൊണ്ട് തൻ്റെ ഭാര്യയിൽ കൂടി മക്കളിൽ കൂടി കൺകുളിർമ ലഭിക്കാൻ വേണ്ടി, ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. മറ്റ് സ്ത്രീകളിൽ നിന്ന് അത്തരത്തിലുള്ള ആനന്ദം കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പരിഹാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. തൊഴിലിടങ്ങളിലെ നമ്മുടെ ഇടപെടലുകൾ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ അതിൻ്റെ ആ എല്ലാ സീമകളും പലപ്പോഴും ലംഘിക്കപ്പെടാറുണ്ടോ എന്ന് നമുക്കൊക്കെ തോന്നാറുണ്ട്. അപ്പം അവിടെയൊക്കെ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിലെ അല്ലേ ഏറ്റവും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുരിയാത്തിന ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ്. അഥവാ എൻ്റെ റബ്ബേ, എനിക്ക് എൻ്റെ ഇണയിൽ നിന്നും അതുപോലെ എൻ്റെ സന്താനങ്ങളിൽ നിന്നൊക്കെ കൺകുളിർമ ലഭിക്കണമെന്നുള്ള സന്തോഷത്തിൻ്റെ, മനസ്സിൻ്റെ, സമാധാനത്തിൻ്റെയൊക്കെ അവസരം നമ്മുടെ വീടുകളിൽ നിന്നും ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും സംസാരങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗങ്ങളിൽ, വീടകങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൺകുളിർമയും ആ സന്തോഷവും ആ ആത്മനിർവൃതിയൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല. പിന്നെ ഏതൊരു മേഖലയിലും പിശാച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, എത്രത്തോളം ഇവരെയൊക്കെ അകറ്റാനും പിഴപ്പിക്കാനും സാധിക്കുമെന്നുള്ള ആ കാര്യം കൂടി മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ ഇടപെടലുകൾ എന്നാണ്. അവിടെ ചേർത്ത് വെക്കേണ്ട ഒരു സംഗതി, സ്ത്രീയുടെ മനഃശാസ്ത്രം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പുരുഷന്മാരിൽ സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, സ്ത്രീകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാതെ അവരുടെ ലൈംഗികമായ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രം പെരുമാറുന്നു. സത്യത്തിലൊരു പെണ്ണ് ഏത് ഭാര്യയോടും നമ്മൾ ചോദിച്ചാൽ അവർ പറയും ലൈംഗികത അവർ ഓക്കെയാണ്, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആ ലൈംഗികമല്ലാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഉള്ള തലോടൽ അത് വിത്തൗട്ട് സെക്സ്വൽ പർപ്പസാണ് അല്ലേ? ഓമനിക്കുന്നത്, പിന്നെ സ്പർശിക്കുന്നത്, തലോടുന്നത്, സംസാരിക്കുന്നത്. എന്നാൽ പുരുഷന് ഏത് സമയവും ആ ഒരു സെക്സ്വൽ പർപ്പസോട് കൂടി മാത്രം അവളെ സമീപിക്കുക, അത് അവൾ ഇഷ്ടപ്പെടില്ല. എന്നാൽ സെക്സ്വൽ പർപ്പസോടുകൂടി അവളെ പ്രാപിക്കുന്നതും അവളോട് സംസാരിക്കുന്നതും അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതല്ലാത്ത സന്ദർഭത്തിലും ആ ഒരു അംഗീകാരം, സെൻസ് ഓഫ് റെക്കഗ്നിഷൻ, സെൻസ് ഓഫ് റെസ്പെക്റ്റ്, അതുപോലെ അഡ്മിറേഷൻ, അവളെ അപ്രീസിയേറ്റ് ചെയ്യുക, അവളെ അംഗീകരിക്കുക, അവളെ കുറ്റപ്പെടുത്താതിരിക്കുക, അവളെ ചേർത്ത് പിടിക്കുക, അവളെ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ വൈഫിന് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹം എന്ന് ഞാനാണ് എൻ്റെ വൈഫിനോട് ചോദിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സാമീപ്യം, ഇൻറ്റിമസി അവളുമായിട്ട് ഞാൻ പുലർത്തുമ്പോൾ എല്ലാ കാര്യവും അവൾ എന്നോട് തുറന്നു പറയും. അപ്പോൾ എൻ്റെ ന്യൂനതകൾ അവൾ പരാമർശിക്കുമ്പോൾ, പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് പുരുഷന് വേണ്ടത്. പലപ്പോഴും പുരുഷൻ മനസ്സിലാക്കുന്നത് എനിക്ക് ലൈംഗിക സംതൃപ്തി കിട്ടുന്നില്ല, ലൈംഗിക സംതൃപ്തി കിട്ടാതിരിക്കുന്നത് അവളെ സംതൃപ്തിപ്പെടുത്താനുള്ള വഴികൾ കൂടി ഞാൻ അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഞാൻ തിരുത്താതെ ഇരുവരും തമ്മിൽ യോജിക്കാതെ ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ പുരുഷന് ലൈംഗിക സംതൃപ്തി ലഭിക്കുന്നത് പോലെ തന്നെ ഭാര്യയ്ക്ക് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും അവളെ തൃപ്തിപ്പെടുത്തേണ്ടതും പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ പല സ്ത്രീകളും സ്വകാര്യമായി ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യഥ, ദുഃഖം, അവർ സെക്സ്വലി ഫുൾഫിൽഡ് അല്ല. ഇത് ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. എത്ര വർഷമായി ഞങ്ങൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നു, ഇന്ന് വരെ എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് രതിമൂർച്ച കിട്ടിയിട്ടില്ല എന്ന് ഓപ്പണായി പറയുന്ന അവസ്ഥയിലേക്ക് ഒരു പെണ്ണ് പോയിട്ടുണ്ടെങ്കിൽ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്? നമ്മൾ ഉത്തരവാദിയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൊക്കെ കൃത്യമായി പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മെസ്സഞ്ചർ അയക്കണം എന്നാണ് പറഞ്ഞത്, ഒരു ദൂതൻ അയക്കണം. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ സഡൻ സർപ്രൈസായിട്ട് നാട്ടിലെത്തുന്ന ചില വിദ്വാന്മാരുണ്ട്. പൊട്ടന്മാരെന്ന് അവരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അത് പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിങ്ങളൊരു മെസ്സേജ് പോലും അയക്കാതെ ഒരു പെട്ടെന്ന് രാത്രിയൊന്നും
നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലരുതെന്നുള്ള സന്ദേശം വെറുതെ പറഞ്ഞതല്ല. ഇന്നൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനം കൂടിയായിരിക്കും അത്. ഇന്ന് സംവിധാനങ്ങൾ അങ്ങനെയാണല്ലോ. ഗൾഫിൽ നിന്നൊക്കെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താം. അപ്പം അങ്ങനെ അവരെത്തുമ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവരുടെ മകനെത്തി. ആ വീട്ടുകാരാകെ പരിഭ്രമിച്ചു. ആ പരിഭ്രമിച്ച ആ രംഗം ആ സഹോദരൻ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ ഒരിക്കലും അറ്റാക്ക് ഉണ്ടാകാൻ വേറെ എവിടെയും പോകണ്ട. മനസ്സിലാവുന്നുണ്ടോ? അതായത് അപ്രതീക്ഷിതമായ ഒരു കാര്യം പെട്ടെന്ന് സംഭവിക്കുമ്പോൾ അത് നമ്മുടെ മാനസിക നില ആകെ മാറ്റിമറിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഇന്നും നല്ലൊരു എപ്പിസോഡാണ് നമ്മളിലേക്ക് എത്തിയത്. ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുടുംബജീവിതത്തിൽ ഓരോരുത്തരും മുഖവിലക്കെടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മളോട് സർ വളരെ ഉദാഹരണ സഹിതം നമ്മളിലേക്ക് എത്തിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ അറിവുകൾ നേടാനും അതൊക്കെ ഇതുപോലെയുള്ള വേദികളിലൊക്കെ എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ അറിയിക്കാനും കൈമാറാനും തൗഫീക്ക് നൽകട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ വേണം, അഭിപ്രായങ്ങൾ വേണം, നിർദ്ദേശങ്ങൾ വേണം, അതിലുപരി അകമഴിഞ്ഞ പ്രാർത്ഥന കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.